ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് കമന്റേറ്റർ നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു അന്ധവിശ്വാസിയാണ് എന്നുള്ളതാണ്. സിദ്ധു സാർ, ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഒരാൾ വന്ന് താങ്കൾക്ക് ഒരു കപ്പ് തൈരും 3 സ്പൂണും നൽകി. അന്ന് താങ്കൾ സെഞ്ചുറി അടിച്ചു. അതുകൊണ്ട് എപ്പോ കളിക്കാൻ പോയാലും തൈര് കഴിച്ചിട്ടാണ് താങ്കൾ പോകുന്നത്. എവിടുന്ന് കിട്ടുന്നത് നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമില്ല. ഇതൊക്കെ മുഴുവൻ കള്ളമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒന്നുമില്ല. അസ്ട്രോളജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മറ്റുള്ളവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കാരണവും ഇല്ലാതെ, ഒരു റീസണും ഇല്ലാതെ ഒന്നും വിശ്വസിക്കില്ല. ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഭയങ്കരമായ രോഗം എന്താണെന്ന് വെച്ചാൽ ചോദിക്കും, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മോശമായ രോഗം, എന്നെക്കുറിച്ച് ലോക ജനത എന്ത് സംസാരിക്കുമെന്ന രോഗം, ലോകത്തിലെ ഏറ്റവും വലിയ രോഗം, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് സംസാരിക്കുമെന്നത്. ആളുകൾ ടെൻഷനാകും. നോക്കൂ, അവൻ എന്നെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. രാത്രി മുഴുവൻ ഉറങ്ങില്ല. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആരാണോ യഥാർത്ഥ അച്ചീവർ, ആരാണോ ജീവിതത്തിൽ അവരുടെ കാൽപാദങ്ങൾ പതിപ്പിച്ചു കൊണ്ട് പോകുന്നത്, ആ മനുഷ്യനാണ് ശരിക്കും ധൈര്യമുള്ള മനുഷ്യനെന്ന് ഞാൻ പറയും. ഞാൻ ഷാരൂഖ് ഖാനെ 25 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ടു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, സിദ്ധു സാർ, ഞാൻ നിങ്ങളുടെ വലിയ ഫാൻ ആണെന്ന്. ആ സമയത്ത് അദ്ദേഹം ഫൗജിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഫൗജി എന്ന് പറഞ്ഞൊരു സീരിയൽ. പിന്നെ നിങ്ങൾ പറഞ്ഞു ശരിയാണ്, നല്ല ഓർമ്മ, ആനയുടെ ഓർമ്മ. നിങ്ങൾക്ക് എലിഫന്റ് മെമ്മറിയാണ്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അടുത്തത് എന്ത് പ്രോഗ്രാം ആണെന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബോളിവുഡ്. അതെ, ഞാൻ അടുത്ത് ബോളിവുഡിലേക്ക് പോവുകയാണെന്ന്. എന്ത് ബോളിവുഡിലേക്ക് പോകുന്നു, എന്തായി പറയുന്നതെന്ന് ചോദിച്ചു. ബോളിവുഡിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്, അവിടെ നിന്നെ വിഴുങ്ങിക്കളയെന്ന് പറഞ്ഞു. നിന്നെ അങ്ങനെ പച്ചയ്ക്ക് ക്യാരറ്റ് പോലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഒരു വലിയ വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, നോക്ക് സർ, ഞാൻ ആരോടും കോമ്പറ്റീഷൻ ഇല്ല. ഞാൻ എന്നോട് മാത്രമാണ് കമ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ ഇനിയും എന്നെ നന്നാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ മറ്റുള്ളവരെ പോലെ ആകരുതെന്ന് കരുതുന്നു. ഇപ്പോൾ ഉള്ളവരുടെ മെന്റാലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾ മാരുതിയിൽ പോകുന്നു, ജിഗ് 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 ജിഗെന്ന്. അപ്പോൾ ഒരു ബെൻസ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ചിന്തകൾ എന്തായിരിക്കും? അവൻ ആക്സിഡന്റ് ആവണം, അവൻ ചാകണം എന്നൊക്കെയായിരിക്കും, അല്ലേ? പിന്നെ അദ്ദേഹം തപസ് ചെയ്ത് ദൈവം നേരിട്ട് വന്നാൽ, മകനെ, ഞാൻ നിനക്ക് എന്തു നൽകിയോ അതിനേക്കാളും ഡബിളായി അയൽവാസിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ, ഇവൻ ചോദിക്കും, തപസ് ചെയ്ത് ഞാൻ കിട്ടുന്നത് എന്റെ അയൽവാസിക്കോ? അപ്പോൾ ഇവൻ പറയും, എന്റെ ഒരു കണ്ണെടുത്തേക്കോ, അപ്പൊ എന്റെ അയൽവാസിക്ക് 2 കണ്ണും പോകുമല്ലോ, അല്ലേ? ഇതാണ് വളരെ തരം മെന്റാലിറ്റി. ഈ ഞണ്ടുകളില്ലേ, ഞണ്ടുകളുടെ മെന്റാലിറ്റി പോലെ നമ്മുടെ സമൂഹത്തെ ചെതലുകൾ പോലെ കാർന്ന് തിന്നുകയാണ്. അതെങ്ങനെയാണ് ഭക്ഷിക്കുന്നതെന്ന് വെച്ചാൽ, 10 ഞണ്ടുകളെ ഒരു പാത്രത്തിൽ ഇട്ടാൽ കുറച്ചു ദിവസം കഴിഞ്ഞ് നോക്കിയാൽ ആ 10 ഞണ്ടുകളും ചത്തു കിടക്കുന്നത് കാണാം. കാരണം ഒരു ഞണ്ട് മേലെ കയറിയ മറ്റുള്ള ഞണ്ടുകൾ അതിന്റെ കാല് പിടിച്ച് താഴേക്ക് വലിക്കും അത്രേ. ഞാൻ ആരോടും ഉത്തരം പറയാൻ പോകുന്നില്ല. ആരെന്തു പറഞ്ഞാലും അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിക്കില്ല. ഞാൻ എന്റെ മനസാക്ഷിയുടെ ഉത്തരം പറയൂ. എപ്പോ രാത്രി ഈ സിദ്ധു പുതച്ചു കിടന്ന് ഉറങ്ങുന്നുവോ, ആ സമയം ഞാൻ എന്റെ മനസാക്ഷിയോട് ചോദിക്കും, ഇതിനേക്കാൾ ബെറ്ററായി നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോ ഉത്തരം അല്ല എന്നാണെങ്കിൽ എന്റെ പരിശ്രമം ശരിയായിരുന്നു എന്നാണ് അർത്ഥം. അപ്പൊ റിസൾട്ട് സൂപ്പർ ആയിരിക്കും. ഗുഡ് കോൺഷ്യൻസ് ഇറ്റ്സ് എ ബെസ്റ്റ് ട്രാങ്കുലൈസർ യു ക്യാൻ ഹാവ്. എന്നിട്ടും നോക്കൂ, അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അത്ര തന്നെ. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ടാൽ നിങ്ങൾ നന്നാവില്ല. താങ്കൾക്ക് ജ്യോതിഷം അല്ലാതെ വാസ്തുശാസ്ത്രത്തിൽ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അപ്പോ ആ വിശ്വാസത്തിലാണോ പട്യാലയിലുള്ള താങ്കളുടെ വീട്ടിൽ ഒരു കിണർ കുഴിച്ചത്? നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ഇതിനു മുമ്പ് ഞാൻ ആസ്ട്രോളജിയിൽ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എന്താ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ, ആരൊക്കെയാണ് ആ ദൈവത്തിന്റെ കൈ മുറുക്കെ പിടിക്കുന്നത്, ദൈവത്തിന്റെ വഴിയിലൂടെ പോകുന്നത്, അവർക്ക് എല്ലാം സാധ്യമാകും. അവർക്ക് യഥാർത്ഥ യമനെ പോലും തോൽപ്പിക്കാൻ കഴിയും. മന്ത്രങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് സാർ. അത് അനുഭവിച്ച് നോക്കിയാലേ അറിയൂ. പക്ഷെ നമ്മുടെ ആളുകൾ ഇങ്ങനെ ധ്യാനത്തിലിരിക്കും. ഒന്നുമില്ല, ഫ്രോഡ് എന്ന് പറയും, വെറും ഫ്രോഡ് എന്ന് പറയും. ജന്മാന്തരങ്ങളായിട്ടുള്ള ചീത്ത ചിന്തകളെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും? നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിലേക്ക് ചെന്ന് നോക്കൂ. അപ്പോഴേ നിങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകൂ. അതിനുശേഷമേ നിങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് മനസ്സിലാകൂ നിങ്ങൾക്ക്. അതിനുശേഷം ആത്മവിശ്വാസം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും. अरे जिस जाने पेद कलंदर दा रा खोजिया अपने अंदर दा ओ वासी है यारो सुख मंदर दा. എവിടെയാണ് അന്വേഷിക്കുന്നത്? റൈസ് ആൻഡ് വേക്ക് മൈ കൺട്രിമാൻ ആൻഡ് റെക്കഗ്നൈസ് ദ പവർ, ദ ഇന്റേണൽ പവർ വിച്ച് ഹാസ് ഗോട്ട് ആൻഡ് ഇറ്റ് ലിവ്സ് വിത്തിൻ യു, നോട്ട് സംവെയർ എൽസ്. ഇതെന്റെ വിശ്വാസം മാത്രമല്ല, എന്റെ അനുഭവമാണ്. മനസ്സിനേക്കാൾ വലിയൊരു ശക്തി ഈ ലോകത്ത് വേറെ ഒന്നുമില്ല സാർ. മനസ്സ് നിങ്ങളുടെ മരണത്തിന്റെ വഴിയും തെരഞ്ഞെടുക്കും. മനസ്സ് നിങ്ങളുടെ സ്വർഗത്തിന്റെ വഴിയും അന്വേഷിക്കും. മനസ്സെന്ന രാക്ഷസനെ നമുക്കുള്ളിൽ നിയന്ത്രിച്ചാൽ ഈ ലോകത്ത് നമുക്ക് എന്തും നേടാൻ കഴിയും. മനസ്സിനെ നിയന്ത്രിച്ചാൽ എല്ലാം ചോദ്യം ചോദിക്കേണ്ട സമയമാണ്. അവരിപ്പോൾ താങ്കളോട് പല ചോദ്യങ്ങളും ചോദിക്കും. തീർച്ചയായും ചോദിക്കൂ. അഥവാ നിങ്ങൾക്ക് സിനിമയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ, അതോടൊപ്പം നിങ്ങളുടെ മുന്നിൽ ആക്ട്രസസിന്റെ 3 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, അതായത് മല്ലിക ഷെറാവത്ത്, പിന്നെ നിങ്ങളുടെ ഭാര്യ, പിന്നെ
പെരിസ സെറോബിയ. സർ 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 നിങ്ങൾ ദാ സർ നോക്ക് നിങ്ങൾ മോനെ, ആരുടെ കൂടെ ഒരു അഭിനയിക്കും? സമയത്ത് അവര്, ഒരു സമയത്ത് ഇവര്. അതായത് എന്റെ ചെറിയമ്മയ്ക്ക് മീശ വിളിച്ചാൽ ഞാൻ ചെറിയച്ചാന്ന് വിളിക്കും. സാർ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനല്ല മറുപടി നൽകിയത്. പറയൂ, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം തരൂ. സാർ ദയവേത് ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി അവരെ പറ, എങ്ങനെ സാർ. അങ്ങോട്ട് അവർ കുടിക്കുന്ന ചോദിക്കാൻ കണ്ടോ? ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് സിനിമയിൽ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ആരെയായിരിക്കും ഹീറോയിനായിട്ട് വെക്കുക? അതായത് ഇത് ഒരു സമയം എന്നല്ലേ, ആ സമയം വരുമ്പോൾ നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നായയും പൂച്ചയും പ്രേമിച്ച പോലെയാണ്. ഇത് ഒരിക്കലും ശരിയാവില്ല. എപ്പോ നടികൾ മുൻപിലേക്ക് വരുമോ, ഓഫർ കിട്ടിയെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഇത് ഇരുട്ടത്ത് അമ്പ് ചെയ്യുന്ന പോലെ ഞാൻ അങ്ങനെ അമ്പ് വേസ്റ്റ് ചെയ്യില്ല. സാർ സാർ ദയവേത് പറയൂ സാർ. എന്നെ കൊണ്ട് കൊടുക്കല്ലേ. ഒരാളുടെ പേര് പറഞ്ഞാൽ മറ്റേ ദേഷ്യപ്പെടില്ലേ? വേറെ എന്തെങ്കിലും ചോദിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ? എല്ലാം ചിന്തിച്ച് നോക്കണ്ടേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ ഭാര്യയുടെ കൂടെ ഓരോന്ന് സംസാരിക്കുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ മാത്രമാണോ സംസാരിക്കുക, അല്ല അവരെ ഒന്നും സംസാരിക്കാൻ അനുവദിക്കില്ല എന്നുണ്ടോ? അതായത് മോനെ, വിജയിക്കുന്ന ഓരോ ആണിന്റെ പുറകിലും ഒരു പെണ്ണുണ്ടെന്ന് പറയും. എന്ത് നീ ചെയ്തോ? നീ ചെയ്തെന്നോ? ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? എന്റെ പൊന്നു മോനെ, എന്റെ മീശ കണ്ടോ? എന്റെ കല്യാണത്തിന് മുമ്പ് ഈ മീശ എങ്ങനെയായിരുന്നു? പക്ഷെ ഇന്ന് കണ്ടോ എന്റെ മീശ താഴോട്ടിറങ്ങി എങ്ങനെ ഇരിക്കുന്നു? കണ്ടില്ലേ എങ്ങനെയുണ്ടെന്ന്? ഞാൻ പുറത്തായിരിക്കുമ്പോ ഞാൻ ഇങ്ങനെയായിരിക്കും, സിംഹത്തെ പോലെ ഗർജിക്കും. शेरों को आजादी है, आजादी के पाबंद रहें, जिसको चाहें चीरे फाड़े, खाएं पिए आनंद करें. പക്ഷെ ഞാൻ വീട്ടിലേക്ക് പോയാലേ പൂച്ചയായി മാറും. മ്യാവ് മ്യാവ് ഈ ശബ്ദമേ വരൂ. മനസ്സിലായോ? സിദ്ധു സാർ, ഇത് സത്യമാണോ? താങ്കളുടെ ഭാര്യയുടെ പേരും നവജോത് എന്നാണോ? അതെ, അപ്പോ വീട്ടിലെ ശരിയാണ്. യഥാർത്ഥ നവജോത് അവരും ഡ്യൂപ്ലിക്കേറ്റ് താങ്കൾ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അവരാണ് വീട്ടിൽ ഹെഡ് മാസ്റ്റർ, അവരാണ് റിംഗ് മാസ്റ്റർ. അവരെങ്ങനെ കൈ കാണിക്കുന്നു അതുപോലെ ഞാൻ മിണ്ടാതെ പുറകെ ചെല്ലും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാ, അവര് വീട്ടിലേക്ക് വന്നത് മുതൽ മുന്നേറ്റമാണ്. അവര് കാരണമാണ്, അവരുടെ പ്രാർത്ഥന കാരണമാണ്, അവരുടെ സപ്പോർട്ട് കാരണമാണ്, അവരുടെ കഴിവ് കാരണമാണ് ഞാൻ ഇന്ന് ഈ നിലയിലുള്ളത്. ഇതിൽ പകുതി എന്റെ അച്ഛന്റെ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ പകുതി എന്റെ ഭാര്യയുടേതാണ്.